ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യം ചെയ്യ്, CAG റിപ്പോർട്ടിൻ്റെ ഉത്തരവാദിത്വം VM വാസവനെന്ന് പറഞ്ഞാൽ മതി. ആർക്കാ? CAG റിപ്പോർട്ടിനകത്ത് ചില കണ്ടെത്തലുകളുണ്ടല്ലോ. ആരാ കണ്ടെത്തലിൻ്റെ? വാസവൻ പറഞ്ഞ ഫോർമുല കറക്റ്റാണെങ്കിൽ അതിൽ ഉത്തരവാദി ആരാ? മുഖ്യമന്ത്രി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? പുള്ളി തന്നെ പറഞ്ഞാൽ മതി. അതിൻ്റെ CAG റിപ്പോർട്ടിനകത്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്, അവരുടെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിൽ കുറേ കുഴപ്പങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തക്കാർക്ക് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനോട് ഞങ്ങൾ യോജിക്കാം. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താ? തലപ്പത്ത് ആളുണ്ടാവില്ല. അതാ ഏതാ ആദ്യം ഇപ്പോൾ ചില ആളുകളിങ്ങനെ അവരിങ്ങനെ ഇപ്പോൾ സ്പെയർ ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറേ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ജനങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ. എന്തോ അല്ല, ഞങ്ങളതല്ല, അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. നഗരസഭയിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ കഴിവുള്ള നല്ല കെൽപ്പുള്ള ലീഡർഷിപ്പ് ഞങ്ങൾക്ക് നഗരസഭയിലുണ്ട്, അവർ നടത്തട്ടെ. ഉദ്യോഗസ്ഥന്മാർ ചെന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ റിപ്പോർട്ട് ആ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ തീരുമാനം വരട്ടെ. ഇതിനെല്ലാം ഓരോ സ്റ്റേജില്ലേ, ജനാധിപത്യത്തിൽ പല സ്റ്റേജില്ലേ, അവരുടെ തലത്തിൽ തീരട്ടെ. ഞങ്ങളുടെ തലത്തിലുള്ളതെങ്കിൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. അല്ലല്ല, ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ സംവിധാനം അറിയില്ലേ? ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ആ 3 നിർദ്ദേശങ്ങൾ അവരെ കൊടുത്തു. നിർദ്ദേശമല്ല, അവരുടെ നിഗമനങ്ങൾ. ആ നിഗമനങ്ങൾക്കകത്ത് പറയുന്നത് അവിടെ ഒരു പരിശീലനമുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരില്ല, അവർക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ല. അതുകൊണ്ട് അതിന് പകരം വേറൊരു സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് പറഞ്ഞ്. അതിനെന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ല ഇത് പറയുന്നത്? ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഗവൺമെൻറ് പറയുമ്പോൾ മറുപടി നമുക്ക് പറയാം. ആവശ്യത്തിലുള്ള ജീവനക്കാരില്ല. ആരാ ജീവനക്കാരെ വെച്ച് കൊടുക്കേണ്ടത്? ഇവിടെ ഇരുന്ന് നമ്മൾ പ്രമേയം പാസ്സാക്കി ജീവനക്കാർ അവിടെ വരുമോ? അപ്പോൾ ജീവനക്കാരെ വെച്ച് കൊടുക്കാൻ അവിടെ അവരാണ്, ഗവൺമെൻറ്റാണ് ഈ നടപടി. സത്യം പറഞ്ഞാൽ ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ ഈ പുറത്ത് കണ്ട നിർദ്ദേശമാണ് കറക്റ്റെങ്കിൽ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആക്ഷേപമാണ്. ഈ ഗവൺമെൻറ് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് ചെയ്യട്ടെ. എന്താ അവരൊന്നും ചെയ്യാത്ത? അവർക്ക് കഴിവില്ലാത്ത ആളുകളാണ്. ഞാൻ അന്ന് നിങ്ങളോട് ചോദിച്ചു, കേക്കോ, 14% ഇവിടെ കേരളത്തിൽ 50% മേളിലുള്ള ഒരു നഗരസഭയുടെ പേര് പറ. അത് വേറെ പ്രശ്നം. അല്ല ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാനും പറയുന്നു. 50 എന്തുകൊണ്ടത് വന്നത്? ഞാൻ കേക്കോ അങ്ങനെ വരാൻ കാര്യം എന്താ? 100% തുക കൊടുക്കണ്ടേ? ആ തുക വെട്ടിച്ചുരുക്കാൻ നിയമത്തിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം നിയമവിരുദ്ധതയാണ്. അതെങ്ങനെ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കാനായിട്ട് നിയമത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് പ്ലാൻ ഫണ്ട് മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? ഇവർക്ക് പോട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 3, ഈ ഇംപ്ലിമെൻറ്റേഷനുള്ള മാർച്ച് 31 മുമ്പ് 3 മാസം മുമ്പെങ്കിലും ഇത് കൊടുക്കണ്ടേ? 45 ദിവസങ്ങളുടെ ടെൻഡർ വിളിക്കാൻ. ആ 45 ദിവസം എന്ന് പറയുമ്പോഴേക്ക് മാർച്ച് 31 മുതൽ 45 ദിവസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലെങ്കിലും ഇതിൻ്റെ നടപടി എടുത്ത് പോകട്ടെ, ഇംപ്ലിമെൻറ്റേഷൻ നടക്കട്ടെ. എവിടെയാണ് നടന്നിട്ടുള്ളത്? കേരളത്തിൽ നടന്ന ഒരു സ്ഥലം പറ. വെറുതെ കോട്ടയം പട്ടണത്തിൽ വന്ന് മുണ്ടും പടക്കി കുത്തി നിന്ന് നമ്മളുടെ അടുത്ത് വർത്തമാനം പറയരുത്. ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്തെ വികസന മുരളിപ്പ് ഒരു 5 ഞാൻ പറയാം. ഇവിടെ നമ്മളുടെ ചിങ്ങവനത്ത് 11 ഏക്കർ സ്ഥലം ഈ ഗവൺമെൻറ് കയ്യിലുണ്ട്. എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഞങ്ങൾ എത്ര ബഹളം, നിങ്ങളടക്കം നമ്മളെല്ലാവരും എത്ര ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു അപ്രോച്ച് റോഡ് ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ കെട്ടാൻ ശ്രമിച്ചത്? എന്താ നമ്മളെല്ലാം കണ്ട്, നമ്മളെല്ലാം സാക്ഷികളല്ലേ?
ഇവിടെ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ 108 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു. ചെയ്യില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയുടെ പദ്ധതി. അതിന് കാരണമുണ്ട്. നിങ്ങൾ അതിനകത്തൊരു നിമിത്തം നിങ്ങൾ ഡെയിലി ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാറേ നടക്കാത്തത്? ഞാനും വിചാരിച്ചു എന്തൊരു കഷ്ട. അതാണ് പരിമിതമായി കിട്ടുന്ന MLA ഫണ്ട് നമ്മളവിടെ കൊടുത്തതാണ്. ഇവിടെ നമ്മളുടെ സ്കൈ വോക്കിന് വേണ്ടി 8 കൊല്ലമായിട്ട് കാത്തിരിക്കല്ലേ. മാണി സാറല്ലേ അതിൻ്റെ സാങ്ഷൻ കൊടുത്തത്, ഉമ്മൻചാണ്ടിയല്ലേ കല്ലിട്ടത്. ഇവരുടെ 2 പേരോട് ഇവർക്ക് ആദരവാന്നാണ് പറയുന്നത്. പക്ഷെ അവരെടുത്ത തീരുമാനത്തോട് ആദരവില്ലല്ലോ. എന്താ നടത്താത്ത? അവിടെ 3 കോടി 20 ലക്ഷം രൂപ ഇപ്പോഴും ബാക്കിയിരിപ്പുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യത്തുമില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് സൂര്യകാലടി മലയുടെ അടുത്ത് 12 റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 12 തൂണുണ്ട്. 6 തൂണ് പണിഞ്ഞപ്പോൾ സർക്കാർ പോയി, അതോടുകൂടി തൂണും പോയി. ബാക്കിയുള്ള കൊണ്ട് അവർ സ്ഥലം വിട്ടു. ഈ കേക്കോ, നിങ്ങൾ പോയി പരിശോധിക്കണം. നിങ്ങളൊരു ടീം, ഞാൻ നിങ്ങളോട് പരസ്യമായി പറയുന്നു, നിങ്ങളൊരു ടീം ഈ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കണം. ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഇത് നമ്മുടെ സ്വന്തം നാടിൻ്റെ കാര്യമല്ലേ, ഇതെല്ലാം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അവിടെ നോക്കി ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറഞ്ഞു. അവിടെ 6 തൂണും പണിതിട്ട് കാത്തിരിക്കുക 7-8 കൊല്ലമായിട്ട്. എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ സ്കൈ വോക്ക് വരണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമല്ലേ ഉള്ളൂ, ഈ ഗവൺമെൻറ് മാറണേ എന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. ഇതേ രൂപത്തിൽ വേറെ 2 സ്ഥലത്ത് പണിത് കഴിഞ്ഞു. അത് വമ്പിച്ച നേട്ടമാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും കണ്ടു. ഞാൻ ചോദിക്കുക, അവർക്കൊക്കെ ഇതൊക്കെ കാണണ്ടേ? നമ്മളുടെ ഈ നാട്ടിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നണ്ടേ? പത്രങ്ങളൊക്കെ ഇവിടെ എഡിറ്റോറിയൽ എഴുതിയില്ലേ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? കോട്ടയം പത്രത്തിൻ്റെ ഒരു തറവാടല്ലേ? ഇതിനെ എതിർക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലം കോട്ടയത്തെ ഏതെങ്കിലും മാധ്യമമുണ്ടോ?